നമസ്കാരം. ഇന്ന് ഇവിടെ വിഷുവിന് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ഡിഷ് വിഷുക്കട്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വിഷുക്കട്ട നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പച്ചരി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഇവിടെ ഞാൻ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെളുത്ത പച്ചരിയാവാം അല്ലെങ്കിൽ ചുവന്ന പച്ചരിയാവാം. പച്ചരിന് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കട്ടിയായിട്ടുള്ള പാനിലേക്ക് 4 കപ്പ് രണ്ടാം പാല് ഒഴിച്ചെടുക്കുന്നുണ്ട്. രണ്ടാം പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ച പച്ചരിനെ ഇട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കിതിനൊന്ന് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുകയാണ്. 10 മിനിറ്റ് ആയതിൻ്റെ ശേഷം നമ്മളൊന്ന് തുറന്ന് ഒന്ന് അരിയുടെ വേവൊക്കെ ഒന്ന് നോക്കാം. പക്ഷേ അരി ഇനിയും വെവ്വാറായിട്ടില്ല. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് അമർത്തി ആവിയിൽ വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് അതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അരിയൊന്നും നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലെന്ന്. അപ്പോൾ അരിയും പകുതി വേവായിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളം ഇല്ലെങ്കിലും അരി വേവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിതിലേക്ക് 3-ാം പാല് 1 ഗ്ലാസ് ഒരു 250 ml ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ വെള്ളം ഇല്ലെങ്കിലും അരി വേവാൻ അരി വേവില്ല, ഭയങ്കര സമയം പിടിക്കും, കല്ല് പോലെ കിടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് 3-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത് ഇളക്കി നോക്കണം അരിയുടെ വേവിന്. അപ്പോൾ ഇവിടെ അരി നന്നായിട്ട് വെന്ത് വന്ന പോലെയുണ്ട്. തൊട്ട് നോക്കാം, ഒന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അരി നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പാണ് 1-ാം പാല് ഇവിടെ ഞാൻ എടുത്തത്. അപ്പോൾ ഈ 1-ാം പാല് 1.5 കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ചോറിന് കുറച്ച് 1-ാം പാലിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതേപോലെ അമർത്തി വെച്ച് അടച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ജീരകം, ഒരു 10 ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് റഫായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ വെന്ത ചോറിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ജീരകത്തിൻ്റെയും ചെറിയ ഉള്ളിയുടെയും ആ മണമൊക്കെ നന്നായിട്ട് വിഷുക്കട്ടയിൽ പിടിക്കുള്ളൂ. അതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് നമുക്കൊരു പ്ലേറ്റിൽ വെളിച്ചെണ്ണയൊക്കെ തലോടിയിട്ട് ഇതിനെ നമുക്ക് ഒന്ന് ആറാൻ വെക്കാം. അപ്പോഴാണ് നമുക്കിത് കേക്ക് പോലെ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായി അമർത്തി ആറിയതിൻ്റെ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും പച്ചരി വെച്ചിട്ട് തന്നെ വേണം ഉണ്ടാക്കാൻ. എന്തെന്ന് വെച്ചാൽ പച്ചരിക്കാണ് ഒട്ടലുണ്ടാവുള്ളൂ. അപ്പോൾ പച്ചരിയുടെ ഒട്ടലും പിന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒട്ടലും രണ്ടും കൂടിയിട്ട് മിക്സായിട്ട് നന്നായി ബ്ലെൻഡായി വരുമ്പോൾ നമുക്ക് ഈ വിഷുക്കട്ടേനെ കേക്ക് പോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും അരി വെച്ച് ഉണ്ടാക്കിയാൽ അങ്ങനെ അതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിഷുക്കട്ടയിൽ എത്രയും തേങ്ങാപ്പാൽ കൂട്ടിയാൽ അത്രയും വിഷുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 കപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 3 വലിയ തേങ്ങയുടെ പാലെങ്കിലും നമുക്ക് എടുക്കണം. അപ്പം കൂടുതലെടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ മിനിമം 3 എടുത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ വിഷുക്കട്ട നന്നായി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കറിൽ അടിച്ച് ഉണ്ടാക്കാതെ ഇങ്ങനെ തേങ്ങാപ്പാലിൽ പച്ചരിനെ വെവിച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുക്കറിൽ വെക്കാതെ ഇതുപോലെ നിങ്ങൾ തേങ്ങാപ്പാലിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കുമ്പോൾ അടി പിടിക്കാതെ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റിയുള്ള വിഷുക്കട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.